നമസ്കാരം. പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം. ആരാണ് മുകേഷ്? മുകേഷിന് എന്ത് രാഷ്ട്രീയ അടിസ്ഥാന യോഗ്യതയാണുള്ളത്? ഒന്നുമില്ല. ആകെ പറയാനുള്ളത് അച്ഛനോ മാധവന്റെ രാഷ്ട്രീയ പാരമ്പര്യം മാത്രം. അതുകൊണ്ട് മകനെ ഇങ്ങനെ കിളത്തി വെച്ചതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. മുകേഷിനെതിരെ നിരന്തരം സ്ത്രീകളുടെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ആരോപണങ്ങൾ തുടരെ വരുന്നു. സർക്കാർ എന്ത് ചെയ്യുന്നു? ഇതിന് സർക്കാരിനും കൂടി ഒരു ഉത്തരവാദിത്വമല്ലേ? സർക്കാർ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സിനിമാ മേഖലയിലെ പുതിയ നയ രൂപീകരണ സമിതിയിൽ മുകേഷിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്ന സർക്കാർ എന്തു ബാധ്യതയാണ് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നത്? ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടോ? ആ നയ രൂപീകരണ സമിതിയിൽ നിന്നെങ്കിലും മിനിമം മര്യാദ കാണിച്ച് അയാൾ ഒഴിവാക്കേണ്ടതാണ്. MLA സ്ഥാനം പോലും ഒഴിവാക്കേണ്ടതാണ്. അതിനുപോലും സർക്കാർ തയ്യാറാകുന്നത്. സപ്പോർട്ടാണ്. എന്തിൻ്റെ സപ്പോർട്ട്? ഈ കൊല്ലം ജില്ലയെ വേറെ കമ്മ്യൂണിസ്റ്റുകാരില്ലേ? അന്തസ്സുള്ള എത്ര കമ്മ്യൂണിസ്റ്റുകാരുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. എന്നിട്ട് തുടരെ ഇയാളെ വെച്ച് ജയിപ്പിച്ച് ഇയാളെ കേമനാക്കുന്നു. ആ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ കൊലയാണ് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കൊന്നുകളഞ്ഞു ഈ ഒറ്റ ഒരുത്തന്നെ നിർത്തിയതിൽ. പിന്നെ നല്ല കൊല്ലം ജില്ലയിലെ ജനങ്ങൾക്കോ സ്വന്തം പാർട്ടിയിലെ അനുഭാവികൾക്കോ പ്രവർത്തകർക്കോ പോലും ഒരു തരത്തിലും ഒരു സ്നേഹമോ താല്പര്യമോ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ മുകേഷ്. അദ്ദേഹത്തിന് സിനിമകൾ ഇഷ്ടമാണ്, നല്ല രസമുണ്ട്, കോമഡികളൊക്കെ പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തന്നെ അന്തസ്സുണ്ടെങ്കിൽ രാജിവെക്കണം. സാറാ ജോസഫ് പറഞ്ഞു, അങ്ങനെ പലരും പറയുന്നു. ആര് കേൾക്കാൻ? ഇയാൾ സിനിമയ്ക്ക് നല്ല മനുഷ്യനാണ്, നല്ല നിർമ്മാതാവാണ്, നല്ലതാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ വന്ന് ജനങ്ങളുടേതായ ഒരു തലത്തിലേക്ക് വന്നിട്ട് ഞാൻ ജനങ്ങളുടെ പ്രതിനിധിയാണെന്ന് വിളിച്ചു പറയാൻ ഞങ്ങൾക്കൊക്കെ നാണക്കേടാണ്. ജനങ്ങൾക്ക് നാണക്കേടാണ്, ശല്യമാണ്. പിണറായി വിജയൻ ഒക്കത്ത് വെച്ച് വളർത്തിയ കൊച്ചും മാത്രമാണ്. ഇയാൾക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ, ഒരു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് സംസാരിക്കാൻ ഒന്നും പറ്റില്ല. ഇയാൾ എന്ത് ചെയ്തു? കൊല്ലത്ത് 10 വർഷക്കാലത്തോളം വരുന്നു ഇയാൾ അവിടെ MLA ആയിട്ട്. എന്ത് ചെയ്തു? ഒരു കുന്തവും ചെയ്തിട്ടില്ല. ഇയാളൊരു ബാധയാണ്, മര്യാദ പോലുള്ള ബാധ.